എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ. ആ സാറന്മാർക്ക് അത് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോ 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൊക്കെ നന്നായി തുറന്നു പിടിച്ചു നമ്മളുടെ മീശ മാധവനിലെ ജഗതി കണ്ണിൽ ഈർക്കളി വെക്കണ പോലെ വെക്കേണ്ട വരികയാണോ, കണ്ണടയരുത്. ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. വേറെ ഒന്നുമല്ല, ഒരു കാത്തിരിപ്പിലായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ആ കാത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഓട്ടത്തിലായിരുന്നു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റാണ്ടിരുന്നിരുന്നത്. അപ്പോൾ കാത്തിരിപ്പ് എന്തിനായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഹിമാലയൻ 450. നമ്മൾ ഹിമാലയൻ 450 എടുത്തു. അറ്റ് ലാസ്റ്റ് നമ്മൾ കാത്തിരുന്ന് അവസാനം നമ്മൾ KTM ADV വേണോ ഹിമാലയൻ 450 വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അവസാനം ഒരു തീരുമാനത്തേക്ക് എത്തി, ഹിമാലയൻ 450. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സർവീസ് നമുക്ക് തീർക്കണം. അപ്പോൾ ഫസ്റ്റ് സർവീസ് തീർക്കാനായിട്ട് നമ്മളുടെ ഹോം ടൗൺ ആയിട്ടുള്ള വാൽപ്പാറയ്ക്ക് തന്നെ പോകണമെന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. ഇന്നലെ നമ്മൾ വാൽപ്പാറയ്ക്കുള്ള യാത്ര ഒക്കെ മടക്കി ഇപ്പം നമ്മൾ റൈറ്റ് നൗ നമ്മൾ അതിരപ്പള്ളിയിലാണുള്ളത്. നമ്മളിത് ഇവിടെ സ്റ്റേ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചിലവർ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ അതിരപ്പള്ളിയിൽ സ്റ്റേ ഒക്കെ എടുക്കാൻ നിന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വരും. സത്യം പറയുകയാണെങ്കിൽ ഒരു ലോക്ക് കിട്ടിയതാണ്. അതൊക്കെ നമുക്ക് വണ്ടിയിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. വണ്ടിപരമായിട്ടുള്ള ലോക്കൊന്നല്ല, നമുക്ക് ടൈമിംഗ് പരമായിട്ടുള്ളൊരു ലോക്കാണ്. ഞാൻ വണ്ടി കയറിയിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ സ്റ്റേ അടിച്ച സ്ഥലം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ലോക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജസ്റ്റ് ഒരു രാത്രിയാണ് നമുക്ക് സ്റ്റേ ചെയ്യേണ്ടതുള്ളൂ. ഏർലി മോർണിംഗ് എണീറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പിനത് നമുക്കിത് ഇവിടെ ഒരു വിൻ്റർ ഹോം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ തങ്ങാന്നുള്ളൂ. 700 റുപ്പീസൊക്കെയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഞാനിവിടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാം. നമുക്ക് നമ്മുടെ സുന്ദര കുട്ടപ്പൻ എടുക്കാം. വാടാ മോനെ. ഞാൻ വെറും എന്താ പറയുക, ഒരു 100-140 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ആയിട്ടുള്ളൂ. ജസ്റ്റ് നമ്മുടെ വണ്ടി ഡെലിവറി എടുത്ത് കുറച്ച് ഓടിച്ചു, വീടിൻ്റെ ഇട്ടാവട്ടത്ത് കുറച്ച് ഓടിച്ചു, ദെൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആ ഒരു കിലോമീറ്റർ മാത്രമായിട്ടുള്ളൂ. പക്ഷേ ഇവിടം വരെ വന്നിട്ട് ഉള്ള എൻ്റെ ഒരു വെറും 140 കിലോമീറ്റർ ഓടിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസും ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചത് കൊണ്ടാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ ഈ ഒരു വണ്ടി തരുന്നത്. വല്ലാത്തൊരു ഫീൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക, അത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഷവിമൂ, ഗർജനം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചെക്ക് പോസ്റ്റിൽ പോയിട്ട് അവിടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യണം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പരിപാടികളുണ്ട് അവിടെ. അപ്പോൾ ഇന്നലെ കണ്ട സാർമാരെ ഇന്നും കാണണം, ഒന്ന് വിശേഷങ്ങൾ ചോദിക്കണം, വിശേഷ കുശലങ്ങൾ ചോദിച്ച് അറിയാനുണ്ടത്. അപ്പോൾ അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ബാക്കി പോവാം. യെസ്, അപ്പോൾ നമ്മളുടെ ചെക്ക് പോസ്റ്റിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിതേ വലിയ ആ കൊടുങ്കാട്ടേക്ക് നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഇനിയൊരു 60-65 കിലോമീറ്ററോളം നമുക്ക് കാട് മാത്രമായിരിക്കും. നമ്മളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് കുറച്ച് മരങ്ങൾ, കുറച്ചധികം മരങ്ങളും പ്രകൃതി മാത്രമായിരിക്കും നമ്മൾക്ക്. ഇനി ഫോൺ ഉണ്ടെങ്കിലും റേഞ്ച് ഇല്ല, അതുകൊണ്ട് ഫോൺ ഇല്ലാത്തതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഞാൻ, സൈനു, ഹിമാലയൻ. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വാൽപ്പാറയുടെ വീഡിയോസ് കണ്ടിട്ടൊക്കെ ഉണ്ടാവും, പലരുടെ വീഡിയോസിനായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ വീഡിയോ, ദിസ് ഈസ് ദി ഫസ്റ്റ് വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് അവിടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് വട്ടം പോയും വന്നും തഴമ്പിച്ച റോഡാണ്. എന്നിരുന്നാലും നമ്മുടെ ഫ്രണ്ടിൽ ആന വരുമോ പുലി വരുമോ എന്നുള്ള പേടിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് പിടച്ചിട്ടൊന്നും പോകരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആനകളൊക്കെ കൂടി നിൽക്കുന്ന ഒരു ടൈമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരുപാട് വീഡിയോസാണ് നമ്മൾ ഈ ഒരു വഴിയിൽ ആനകൾ വട്ടം ചാടിയിട്ടൊക്കെ കാണുന്നത്. നമുക്ക് ആനകളെ കാണാൻ വേണ്ടി പറ്റട്ടെ, പക്ഷേ ആനകൾ വട്ടം ചാടാണ്ടിരിക്കട്ടെ. അതുകൊണ്ട് പടച്ചവനൊക്കെ വിളിച്ചിട്ടാണ് പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്കൊരു 60-65 കിലോമീറ്ററോളം മൊത്തം കാടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ പെട്ടുപോയി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരാ പറയാ, യാസീം മുഹമ്മദിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ആള് പറയണ പോലെ ആളുടെ ആ ഒരു ഡയലോഗ് ഞാൻ കോപ്പി അടിക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുത്ത് ഒരു ഇന്റർവെല്ലൊക്കെ എടുത്ത് കണ്ടാൽ മതി. നമുക്ക് ഈ കാട് കുറച്ച് താണ്ടാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ 2 വീഡിയോ ആയിട്ടായിരിക്കും ഇടുക. നമുക്ക് ഈ ഒരു ട്രാവൽ ചെയ്യണ വീഡിയോ, അതുപോലെ തന്നെ വാൽപ്പാറയിൽ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. 2-3 സ്ഥലങ്ങളുണ്ട് വാൽപ്പാറയിൽ അടിപൊളിയായിട്ടുള്ള. അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ പോവാം. അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. വാവ്. അപ്പോൾ നമ്മൾ ഇന്നലെ എങ്ങനെയാണ് ലേറ്റ് ആവാൻ ഉണ്ടായ ഒരു റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വെറും 3 മിനിറ്റ് മാത്രമാണ് നമ്മൾ ലേറ്റ് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കണം, 3 മിനിറ്റ്. എന്തുകൊണ്ടാണ് ഈ 3 മിനിറ്റ് ലേറ്റ് ആയിട്ട് പോലും നമ്മളെ കടത്തി വിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണക്കാരൻ നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ തന്നെയാണ്. ലൈക്ക് ഒരു 100%-ൽ 90% ആൾക്കാരല്ല, ഒരു 10% ആൾക്കാരുണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കി വെക്കണവർ. അവരെ കൊണ്ടാണ് നമുക്ക് ഇന്നലെ 3 മിനിറ്റ് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് പോകാൻ പറ്റാണ്ടിരുന്നത്. ബൈക്ക് 2 വീലർ ആണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് നമുക്ക് ഇവിടെ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യണം. അത് 4:01 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല, 4:02 ആയി കഴിഞ്ഞാലും നടക്കില്ല. എങ്ങനെയാണെങ്കിലും 4 എന്നുള്ളത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ വേ. കാരണം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അവർ വിടില്ല. കാരണം അത്രയും ഞങ്ങൾ കെഞ്ചി കാല് പിടിച്ച് നോക്കി. ഞങ്ങൾക്ക് ഇങ്ങനെ ആദ്യമായിട്ട് പോവാണ്, ഞങ്ങൾ വണ്ടിയായിട്ട് പോവാണ്, വേടാക്കല്ല സാറേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു രക്ഷയില്ല മോനെ, നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വലുത്, അതിൽ വലുതൊന്നുമല്ല നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞങ്ങളെ തള്ളി വിട്ടു. ഒരു നിലക്ക് അവർ വിട്ട് സമ്മതിച്ചില്ല. അതിന് കാരണക്കാരൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റീല് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അവർ പറയണത് വേറൊന്നുമല്ല, അവരിതുപോലെ ലേറ്റ് ആയിട്ട് വന്നിട്ടില്ല. 4 മണിക്ക് നമ്മൾ കയറണമെന്നുണ്ടെങ്കിലും 4:30 വന്നവരെ വരെ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്തു. അതായത് നമ്മൾ അവിടെ 4:30 ആയാലും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ 5 മണി ആയാലും കുഴപ്പമില്ല, അവിടെ പോയിട്ട് നിങ്ങൾ അവിടുത്തെ സാറന്മാരായിട്ടൊന്ന് പോയിട്ടൊന്ന് സംസാരിച്ച്, ഒന്ന് സൈഡിൽ പോയി ഒന്ന് സംസാരിച്ച് മസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിടണതായിരിക്കും. അതിന് 2 മീനിങ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ആ സാറന്മാർക്ക് അത് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു 3 മിനിറ്റ് ലേറ്റ് ആയെങ്കിലും അവർ നമ്മളെ വിടാത്തത് കൊണ്ടാണ്. പണ്ട് അവർ നമ്മളെ വിട്ടായിരുന്നു, 3 അല്ല 5 അല്ല, അരമണിക്കൂറാണെന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളവർ വിട്ടായിരുന്നു. പക്ഷെ ഇപ്പം അവർ വിടണില്ല. കാരണം ഈ ഒരു വീഡിയോ ഇവരിറക്കി. ഇവിടുത്തെ സാറന്മാർ ഇതേപോലെ നമ്മളെ ലേറ്റ് ആയാലും അവിടെ ഒന്ന് പോയി സൈഡിൽ പോയി കണ്ടാൽ മതി എന്ന് പറയുന്നതിന് രണ്ടാമതൊരു മീനിങ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്യാഷ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട്. അപ്പോൾ അത് മേലുദ്യോഗസ്ഥന്മാർ കാണുമ്പോൾ അത് ഇവർക്ക് പണിയാണ്. ഇനിയിപ്പോൾ നമ്മളെ കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. കടത്തി വിട്ടതിന് ശേഷം ഇപ്പോൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നതാണ്, ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഡിജിറ്റലായി. അപ്പോൾ ഈ എൻട്രിയിൽ അവർ നോക്കും ഇത് 4 മണിക്ക് ശേഷമാണോ വന്നിട്ടുള്ളത്. ഇൻ കേസ് അവർ പറയണത് ഉണ്ടാവാണ്ടിരിക്കട്ടെ, നിങ്ങളെപ്പോഴും സേഫായിട്ട് പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നതും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വളരെ മാന്യമായിട്ടാണ് നമ്മളെടുത്ത് പറഞ്ഞത്. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് സംഭവിക്കും. രണ്ടാമത്തെ കാര്യം, സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് അത് വലിയൊരു പ്രശ്നമാവും എന്നാണ് അവർ പറയണത്. കാരണം അവരുടെ ജോലിനെ തന്നെ ജോലി ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തും. അതുകൊണ്ടാണ് നിങ്ങൾ പിറ്റേ ദിവസം പോയാൽ മതി എന്നുള്ളത് അവർ എടുത്ത് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലായിരിക്കും. കാരണം അവിടുത്തെ കുറച്ച് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളും അവിടെ നമ്മളെ റിലേറ്റീവ്സൊക്കെ
ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ അറിയാം. നിങ്ങൾ പച്ചമലൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊന്നും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, ഇല്ല എന്നൊന്നല്ല. പക്ഷേ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. പച്ചമലൈ, അതേപോലെ തന്നെ ബാലാജി കോവില്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിൾ ഉണ്ട് അവിടെ. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുള്ളൂ നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ ഒരു ഫീൽ എന്നുള്ളത്. നമുക്കതൊക്കെ കാണിക്കാം. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്കൊന്നും ആന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് രാത്രി ടൈമിൽ ഇവരുടെ വീട് നശിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സുരക്ഷയായിട്ട് കറണ്ടിൻ്റെ കമ്പി നേരിയ ഷോക്ക് ഉണ്ടാവുള്ളൂ, എന്നിരുന്നാലും അത് അവർ വെച്ചിട്ടുണ്ട് ഒരു സേഫ്റ്റിക്കായിട്ട്. അല്ലാ പിന്നെ കിളി പോയി തുടങ്ങാനല്ലോ പഠിച്ചോനെ. പെട്ടെന്ന് ആ ഒരു കറുത്ത ആ ഒരു ഇത് കണ്ടപ്പോൾ കുഴപ്പമില്ല. ഷെയ്നു ബാക്കിലിരുന്നിട്ട് പറയാ കണ്ണൊക്കെ നന്നായി തുറന്നു പിടിച്ചോന്ന്. നമ്മളുടെ മീശ മാധവനിലെ ജഗതി കണ്ണിൽ ഈർക്കളി വെക്കണ പോലെ വെക്കേണ്ട വരികയാണോ, കണ്ണടയരുത്. ഏത് നിമിഷവും നമുക്ക് ആനനെ പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്കും ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറയാനുള്ളത്. എൻ്റെ കയ്യിൽ ഹിമാലയൻ 450 ആയിട്ട് കൂടിയും ഞാൻ ഇത്ര പതുക്കെ പോണത് കാരണം ഈ വണ്ടി എടുത്തിട്ടല്ലേ ഉള്ളൂ. ഇനിയും ഈ വണ്ടി കുറച്ചധികം കൂടി ഓടിക്കണല്ലോ. അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ വല്ല വളവിലെങ്ങാനും വെച്ചിട്ട് ആനനെ കണ്ടു കഴിഞ്ഞാൽ പാനിക്ക് ആവരുത്. അതുപോലെ നമുക്ക് തിരിച്ച് വളയ്ക്കാനുള്ള ഒരു ടൈമും കൂടി കിട്ടണം എന്നുള്ളൊരു ധാരണ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പതുക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ പതുക്കെ പോകണോണ്ട് വേറെ ഉപകാരമുണ്ട്, നമുക്ക് ഒന്നുകൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് വീഡിയോ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും നല്ല നല്ല രീതിക്ക് കാഴ്ചകളൊക്കെ കാണാനും വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പെട്ടെന്നെങ്ങാനും ഇപ്പോൾ ആനനൊക്കെ തൊട്ട് മുന്നിൽ വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വളയ്ക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്, വണ്ടി അവിടെ വെച്ചിട്ട് ഓടാനുള്ള ടൈമെങ്കിലും നമുക്ക് കിട്ടണം. അത് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീഡിലെങ്കിലും നമ്മൾ പോയിരിക്കണം. നമ്മുടെ സ്വന്തം ജീവനിൽ നമുക്കൊരു കരുതൽ വേണമല്ലോ. പടച്ചവനെ ഈ കാടൊക്കെ നോക്കിയാൽ കൊടുങ്കാടാണ്. എനിക്ക് തോന്നുന്നത് മുന്നം വന്നിരുന്നതിനെക്കാട്ടിയും ഒന്നുകൂടിയും ഒരു 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 തിക്നെസ് കൂടിയൊന്നൊരു ഡൗട്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പുതിയ പുതിയ ചെടികളും അതായത് ഒരുപാട് പുല്ലുകളും കാര്യങ്ങളൊക്കെ മുളച്ച് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് കിടക്കണം. ഇപ്പോൾ അതിരപ്പിള്ളി റൂട്ട് എന്ന് പറയാനുണ്ടെങ്കിൽ നോക്കിയേ ഫുള്ള് പച്ചപ്പായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. നമ്മൾ ഒരു വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉണങ്ങിയൊരു ഫീലായിരിക്കും കിടക്കണ്ടാവുക. ഇതെന്ന് പറയുമ്പോൾ അതെ റോഡ് മുതൽ എല്ലാം നനഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ എളി പോകണമെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു കോമഡി ഉണ്ടായി, അതായത് ഈ ഫ്രണ്ടിൽ പോണവരുണ്ടല്ലോ KL 13 AD 1238 സെയിന് പറയാ അവര് മുന്നേ പൊക്കോട്ടേത്. അതാവുമ്പോ പെട്ടെന്ന് അവര് നിർത്താന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താലോന്ന്. അതായത് അവര് ചത്തോട്ടേത്. അവള് പറയാ ഏതാ മൈൻഡില്ലേ. അതെന്തായാലും കലക്കി. യെസ്, അങ്ങനെ നമ്മളുടെ ഹിമാലയൻ 450 158 കിലോമീറ്റർ ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ എടുക്കുന്ന വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന RC390 BS3 RC390 ഉണ്ടായിരുന്നു, V3 ഉണ്ടായിരുന്നു, V4 ഉണ്ടായിരുന്നു. എല്ലാം സ്പോർട്സ് ബൈക്ക് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കിടന്നോടിക്കുക ഇവിടുന്ന് ഈ റൂട്ടുകളിലൊക്കെ പഠിക്കുക. അന്നത്തെ ആ ഒരു ടൈമിൽ കൂടുതലും അങ്ങനെയാണ് നമ്മളുടെ റൈഡ് പോയിരുന്നത്. അതായത് പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ എത്തുക, അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഒരു സ്പോർട്സ് വണ്ടിയുടെ റൈഡിങ് ഫീൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാന്നുള്ളതുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും എൻജോയ് ചെയ്തിട്ട് ഈ ഒരു റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ADU ബൈക്കാണ്. പക്ഷെ ഇപ്പൊ ഇവര് റോഡൊക്കെ അടിപൊളിയാക്കി. പണ്ടത്തെ പോലല്ല, ഒരു 2 വർഷം മുന്നൊക്കെ പറയുമ്പോൾ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാകുന്ന ഒരു നാശമായിട്ട് കിടക്കായിരുന്നു. അന്നൊക്കെ നമ്മൾ സ്പോർട്സ് ബൈക്കുമ്പോൾ പോകുമ്പോൾ ഇവർക്കൊന്ന് ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കിക്കൂടെ, എന്തൊരു കഷ്ടം, എന്തൊരു ബുദ്ധിമുട്ട്, ഈ ഒരു മൈൻഡിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നേരെ ഉൾട്ടായി. നമ്മൾ എന്താ പറയാ സെൽഫിഷ് ആവില്ല, എന്നാലും നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ കിട്ടുമ്പോൾ കുറച്ചൊക്കെ ഓഫ് റോഡ് പോലത്തെ അങ്ങനത്തെ ഒക്കെ കിട്ടാനൊക്കെ നമുക്ക് ആഗ്രഹിക്കും. കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് കേരളമാണല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രതീക്ഷിച്ചിട്ട് പോവാം. അതേതോ മുഴുത്ത ഭ്രാന്തനാന്ന് തോന്നുന്നുണ്ട്, മുഴുത്ത റൈഡർ ഭ്രാന്തനാന്ന് തോന്നുന്നുണ്ടാ പോണത്. കണ്ട എന്താ വണ്ടിയും ഇല്ലാത്തായിട്ടൊന്നുമില്ല. ഏവാ പെട സ്ഥലട്ടാ. നമ്മുടെ പോലത്തെ ഒരു ഹിമാലയ പോകണ്ടല്ലോ. ഞാൻ 1-2 വണ്ടിയായിട്ടാ സെയിം വണ്ടികൾ കാണുന്നത്. അവരെന്തായാലും പൊക്കോട്ടെ. ഞാൻ പറഞ്ഞിരുന്നില്ല നേരത്തെ കുറച്ചധികം റൈഡേഴ്സ് ഉണ്ട് എന്ന്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നോയ്സ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാം. ഓ മാൻ, സംഭവം രസമുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടികളുടെ കൂടെ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്നും ഇവരെ കൂടെ പോവാല്ലേ.
ഞാൻ ഒറ്റക്കായി പോണുണ്ടോ എന്നൊരു പേടി. എന്തേലും ആവട്ടെ. നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു വേറെ തന്നെ ഫീല്. കണ്ടില്ലേ ഞാൻ പറഞ്ഞത്, മരങ്ങൾ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. എടി പെയ്തുകൊണ്ട് കുഴപ്പമില്ല. മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാ, എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയാൻ. ആരാധികേ എല്ലാം കഴിഞ്ഞ അവസാനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിചാരിക്കണു. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്താണ്ട. ഇത് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരും വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ വ്യൂ പോയിൻ്റൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ നമുക്കും ജസ്റ്റ് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കാട്, കൊടുങ്കാട്, അത്രേ ഉള്ളൂ. എന്തൊക്കെ ജീവികളുണ്ട്, എന്തൊക്കെ ആൾക്കാരുണ്ട്, ട്രൈബൽസൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക്. പക്ഷെ അങ്ങോട്ടേക്കൊന്നും നമുക്ക് എൻട്രി ഉണ്ടാവില്ല. പോകാൻ പറ്റും, ഒരുപാട് പെർമിഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കെന്തായാലും മൂവ് ചെയ്യാം. അപ്പോൾ കാടും നമ്മളും ലെറ്റ്സ് കണ്ടിന്യൂ. നമുക്കത് ഇതിങ്ങനെ കറങ്ങി അങ്ങനെ കയറി അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടില്ല, ആ വഴിയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നമ്മുടെ കൂട്ടുകാരന്മാരെ വീണ്ടും കിട്ടിയിട്ടാ. നമ്മളെ റൈഡിങ് പാർട്ട്നേഴ്സ്, അവർ പോലും അറിയാണ്ട് ഞങ്ങൾ അവരെ പാർട്ട്നേഴ്സ് ആക്കി എന്നുള്ളതാണ്. അതാണ് ഈ റൈഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പുറത്തുള്ളവനെ അറിയണമെന്നൊന്നുമില്ല, അങ്ങോട്ട് കൂടെ പിടിച്ച് പോവുക തന്നെ. നമ്മളെ ക്യൂട്ട്നെസ് കൂടിയിട്ടുള്ള ഈ ഒരു മീറ്ററിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാട്ടെ നിങ്ങൾക്ക്. ഇവന് തോന്നുമ്പോൾ ഇവൻ വൈറ്റ് കളറാവും, അല്ലാത്തപ്പോൾ ബ്ലാക്ക് കളറാവും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ ബ്ലാക്കും വൈറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്നാലും എനിക്കിത് ഈ ഒരു ബ്ലാക്ക് ആട്ടെ എനിക്ക് കൂടുതൽ ഇഷ്ടം. വാവ്, ഫോഗ് കിട്ടിയിട്ടാ, അടിപൊളി. മഴയൊക്കെ പെയ്തിട്ട് ഈ പാറയമേൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരണോയ്ക്ക്. ഞാനിതിങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യില്ല. നിങ്ങൾ എന്തായാലും ഈ ഒരു വഴി വരാത്തവരൊക്കെ ഉണ്ട്, ഇനിയും വരാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വരണം. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് അതിരപ്പള്ളി ടു മലക്കപ്പാറ വാൽപ്പാറ എന്ന് പറയുന്ന ഈ ഒരു റൂട്ട്. കാരണം അത്രയ്ക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക. അതായത് നമ്മളുടെ മൈൻഡ് എത്ര ബാഡാണെന്നുണ്ടെങ്കിലും, എത്ര ബാഡായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യണത് ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആയി കിട്ടും. അത്രക്കും ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഭാഗം. ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. എന്നാലും എത്ര വന്നു കഴിഞ്ഞാലും മടുക്കാത്ത ഒരേ ഒരു സ്ഥലം. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും പറയും, നിനക്കെന്ത്ര പ്രാന്താണോ, പോയോടത്തേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കണേ എന്നിങ്ങനെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് തന്നെ നേരത്തെ, ഹോം ടൗൺ ആയിട്ടുള്ള വാൽപ്പാറയ്ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ എന്നുള്ളത്. എപ്പോഴും എങ്ങനെ പോയാലും മാസത്തിൽ തന്നെ ചിലപ്പോൾ 1-2 വട്ടം പിടിക്കുക, എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇവിടേക്ക് എത്തും. എന്നിട്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെ കാണിച്ചുതരാട്ടാ, ഞാൻ അടിയിലേക്കുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതവിടെ തന്നെ ഇരുന്നോട്ടെ, സുഖമായി ഇപ്പോൾ അവൾക്ക് സാൻഡ് ഇട്ടിട്ടിരിക്കാൻ. ഏതല്ലേ കാണുമ്പോഴൊരു ഭയാനക ഉണ്ട് കേട്ടത്.
ക്യാമറയും എന്തും ഇട്ടിട്ടുണ്ട് ആള്. ആ നമുക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ നിവർത്തില്ല. കാരണം ക്യാമറ അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടും. അപ്പം നമുക്ക് ആ ഗഡിയുടെ അടുത്ത് എന്തായാലും ചോദിച്ചു നോക്കിയോ കേട്ടോ, എന്താണ് ആ മഴയത്ത് ചെയ്ത് വെച്ചേരിക്കണമെന്നുള്ളതൊന്ന് അറിയണമല്ലോ. ചോദിച്ചു നോക്കിയോട്ടെ. ചേട്ടാ ഇതെന്താ ക്യാമറ വെച്ചേക്കണേ മഴ പെയ്തിട്ട് നനയാണ്ടിരിക്കാന്? ആ ആ അത് മനസ്സിലായി. ആ ഇത് പ്രൊട്ടക്റ്റ് തരുന്നുണ്ട്, അത് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട്? കുഴപ്പമില്ല അല്ലേ? ആ അടിച്ചു പോകണ്ടല്ലേ? ഓ ഓക്കെ ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല അല്ലേ? നോക്കി നോക്കട്ടെ. താങ്ക് യു ചേട്ടാ. ഓക്കെ. ഏതോ കട്ട ഓഫ് റോഡേഴ്സും കട്ട റൈഡിങ് ഭ്രാന്തന്മാരുമാണ്. എന്തായാലും അവർ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് റിപ്ലൈ തന്നത്. മഴയില്ല എന്ന് പറഞ്ഞ് നാവ് എടുത്തില്ല. അപ്പോഴത്തേക്കിനും എന്തേ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തു തുടങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഗോപ്പർ എടുത്ത് വെച്ചിട്ട് നമ്മൾ മഴ നിന്നിട്ടായിരിക്കും നമ്മൾ എടുക്കുള്ളൂ. ഞാൻ മറ്റുള്ള സ്ഥലങ്ങളായിട്ടൊന്നും കമ്പയർ ചെയ്യണില്ല ഈ ഒരു സ്ഥലത്തിനെ. എന്തിനാ, നമ്മളുടെ നാട് അത്രയും അടിപൊളിയല്ലേ. ദിസ് ഈസ് അതിരപ്പള്ളി. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് തൃശ്ശൂർ ജില്ലയിൽ പെട്ട സ്ഥലമാണ്. അത്ര ഉള്ള പറയാനായിട്ട്. എന്തൊരു ബ്യൂട്ടി അല്ലേ കാണാനായിട്ട്. ഓ ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ചെറുതായിട്ട് ഫോഗൊക്കെ വന്നപ്പോ ഞാനൊന്ന് നിർത്തിയതാണ്. അത് വേറെ ഒന്നല്ല, ക്യാമറയിലാണ് ഫോഗ് കയറി പിടിച്ചേരുന്നത്. അപ്പൊ ഒരു പേടി. ഈ നാടിൻ്റെ മക്കൾ അവരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ ഓൾമോസ്റ്റ് മലക്കപ്പാറ എത്താനായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇവിടുത്തെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ഇത്രയും ദൂരം വന്നത് ടു ബി ഹോണസ്റ്റ് സത്യമായിട്ടും അറിഞ്ഞിട്ടില്ല. നമുക്കിതിൻ്റെ പുറത്തുനിന്ന് എണീറ്റിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകണം എന്നുള്ളത് പോലും നമുക്ക് തോന്നിയിട്ടില്ല. അത്രക്കും സുഖമായിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ആ അങ്ങനത്തെ റോഡുകളാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുണ്ട് തോന്നുന്നു. ആ കുറച്ചുള്ളോട്ടാ. എനിക്ക് തോന്നുന്നു അത് മഴയൊക്കെ പെയ്ത് അലമ്പായിട്ടാന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് റോഡ് നന്നാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രയും ദൂരം നമ്മൾ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു തരി പോലും നമ്മൾ ടയേർഡ് അറിഞ്ഞിട്ടില്ല. അത് ഈ വണ്ടിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അഫ്കോഴ്സ് നമുക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഇത്ര നാൾ സ്പോർട്സ് ബൈക്ക് യൂസ് ചെയ്തതിൻ്റെ ഒരു പുറത്തായിരിക്കാം അത്രയും നമുക്കൊരു ഭയങ്കര സുഖം തരുന്നുണ്ട് ഈ ഒരു വണ്ടി. അറ്റ് ലാസ്റ്റ് നമ്മളിത് മലക്കപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനിതേ നമുക്ക് ചെക്ക് പോസ്റ്റിലൊന്ന് കയറണം. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ചായ കുടിച്ചു, ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായി. ഇനിതേ നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കടമറ്റം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിട്ടാ. കടമട്ടം അങ്ങനെ എന്തോ അങ്ങോട്ട് കണ്ടത് ഞാൻ. ഇനി നമുക്ക് ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ചെക്ക് പോസ്റ്റിൽ പോയിട്ട് നമ്മൾക്ക് അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് ചെയ്യുന്നത് തന്ന ആ സ്ലിപ്പ് ഇവിടെ കാണിക്കണം. ദെൻ നമുക്ക് വാൽപ്പാറയ്ക്ക് എൻട്രി ചെയ്യാം. ആ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് കേരളം വിട്ടു, പിന്നെ നമുക്ക് തമിഴ്നാടായിരിക്കും. അപ്പോൾ ഇതുവരെയും ഈ കാണുന്നത് ഇതുവരെയും നമുക്ക് എന്താണ് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ.